എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹപൂർണമായ നമസ്കാരം. ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആവേശത്തോടെയുമാണ് പാർലമെന്റിന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് വന്നത്. പക്ഷെ തിരിച്ചു പോകുന്നത് നിരാശയോടെയാണ്. ഭാരത ജനാധിപത്യ ചരിത്രത്തിൽ, നമ്മുടെ നാടിന്റെ മുന്നേറ്റ ചരിത്രത്തിൽ പുതിയ ഒരു ഏട് എഴുതി ചേർത്തുകൊണ്ടാണ് 2023 മോദി സർക്കാർ വനിതാ സംവരണ നിയമം പാസാക്കിയത്. ഭാരതത്തിന്റെ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% സ്ത്രീ സംവരണം എന്നതായിരുന്നു ആ നിയമത്തിന്റെ കാതൽ. ആ നിയമം നടപ്പിലാക്കാൻ മണ്ഡല പുനർനിർണയം എന്ന അനിവാര്യമായ ഒരു പ്രക്രിയ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് 2023 പാസാക്കിയ വനിതാ സംവരണ നിയമത്തിന് ഭേദഗതിയോടുകൂടി മറ്റൊരു നിയമം രൂപപ്പെടുകയും അതനുസരിച്ച് വനിതാ സംവരണ നിയമത്തിന്റെ നിർവഹണം സാധ്യമാവുകയും ചെയ്യുക എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടിയത്. പക്ഷേ ആ സന്ദർഭത്തിൽ തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്നു. ഭരണഘടന ഭേദഗതി ആയതുകൊണ്ട് 3/2 ഭൂരിപക്ഷം ആവശ്യമാണ് എന്നതൊരു പരമാർത്ഥമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി സർക്കാർ സംവരണ ഭേദഗതി നിയമം പാസാക്കാനായി തയ്യാറായത്. അതൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഭേദമന്യേ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ അതടിസ്ഥാനമാക്കിയല്ലാതെ നമ്മുടെ വനിതകൾക്ക്, നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർക്ക് ഭരണരംഗത്ത്, നിയമനിർമ്മാണ രംഗത്ത് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു ചുവടുവെപ്പിന് പ്രതിപക്ഷങ്ങൾ എതിർപ്പുകൾ എത്ര ഉയർത്തിയാലും, വിമർശനങ്ങൾ എത്രമാത്രം ഉയർത്തിയാലും അവർ സഹകരിക്കും എന്നതായിരുന്നു ആ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് വനിതാ സംവരണ ഭേദഗതി നിയമത്തെ കടുത്തു ഞെരിച്ചു കൊന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യം, അല്ലെങ്കിൽ ഭാരതത്തിലെ പ്രതിപക്ഷം. മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഐക്യമാണ് പ്രതിപക്ഷ നിലയിൽ കണ്ടത് എന്നവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ശരിയാണ്, മുമ്പെങ്ങുമില്ലാത്ത ഈ ഐക്യം എന്തിനു വേണ്ടിയാണ് അവർ രൂപപ്പെടുത്തിയത്? നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക്, സഹോദരിമാർക്ക് ദശാബ്ദങ്ങളായി നിഷേധിക്കപ്പെട്ടിരുന്ന ഒരവസരം കൈവരുന്നതിനെ എതിർക്കാൻ വേണ്ടിയാണ് അവർ ഐക്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കാണാത്ത അത്രയും ശക്തമായ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ തികഞ്ഞ സ്ത്രീ വിരോധികളാണ് എന്നുള്ളതാണ്. എല്ലാം മറന്ന് കൈകോർത്ത് ഈ നിയമത്തെ നടപ്പിലാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പകരം ബാലിശമായ, യുക്തിരഹിതമായ വാദങ്ങൾ ഉയർത്തിയാണ് അവർ ഈ നിയമത്തെ സംഹരിച്ചു കളഞ്ഞത് എന്ന് നമ്മൾ ഓർക്കണം. സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ക്രൂരനായ പിതാവിന്റെ ഭാവമാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെ നയിക്കുന്ന നേതാക്കന്മാർക്ക് ഇന്ന് നമ്മൾ കാണാൻ സാധിക്കുക. ഇന്നലെ ഈ നിയമം അസാധുവാക്കിയതിനു ശേഷം അത്യാഹ്ലാദകരമായ കൂടിച്ചേരലാണ് പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ നാരീശക്തിയുടെ ഉദയത്തിന് അവർ വിലങ്ങ് സൃഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ്. ഈ കാര്യം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളേണ്ടത്, ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് ജാഗരൂകരാകേണ്ടത് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുമാണ്, സ്ത്രീ സമൂഹം മാത്രമല്ല. കാരണം ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് നാരീശക്തിയെ അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നമ്മൾ രൂപപ്പെടുത്തിയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് വിരുദ്ധമാണ് ഇന്നലെ പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടിലൂടെ അതാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവർ ഈ നിയമത്തെ സംഹരിച്ചു കളഞ്ഞ ആളുകളോട് കണക്ക് ചോദിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങൾ, അവയുടെ അതിർത്തി പുനർനിർണയം, അവയുടെ ജനസംഖ്യാപരമായ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മണ്ഡല പുനർനിർണയം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2011 സെൻസസ് അനുസരിച്ച് പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും പാർലമെന്റിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കുകയും വേണമെന്ന് ചിന്തിച്ചത്. നമുക്കറിയാം, 850ഓളം വരുന്ന മണ്ഡല പുനർനിർണയത്തിന് ശേഷം നിലവിൽ വരുന്ന പാർലമെന്റ് അംഗങ്ങളിൽ 280ഓളം അമ്മമാരുണ്ടാകും, സഹോദരിമാരുണ്ടാകും എന്നത് എത്ര അഭിമാനകരമായ കാര്യമാണ്. ആഗോള ശരാശരി
29% മാത്രമാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ളത് ഭരണകൂട സംവിധാനത്തിൽ. എന്നാൽ നമ്മുടെ ഭാരതത്തിൽ അത് 33% വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. അതിനെയാണ് ഇന്ത്യ സഖ്യം ഇല്ലാതെയാക്കിയത് എന്നീ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കണം. ഇവർ പറയുന്നത് മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യയെ വല്ലാതെ ബാധിക്കുമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ പാർലമെന്റിൽ തന്നെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതാണ് ഈ തരത്തിൽ ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങൾക്കും 50% വർധനവാണ് ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്, ലഭിക്കാൻ പോകുന്നത്. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല, മറിച്ച് നമ്മുടെ പ്രാതിനിധ്യം വർദ്ധിക്കുകയേ ചെയ്യുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ നിയമത്തെ എതിർത്ത് തോൽപ്പിച്ചത് നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ആ പാതകം നടത്തിയ ആളുകൾ അവർ ആഹ്ലാദഭരിതരാകുന്നതിനുള്ള കാരണം നമ്മുടെ അമ്മമാരും സഹോദരിമാരും മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിൽ എത്തുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ്. BJPയെ എതിർക്കുക, BJP കൊണ്ടുവരുന്ന ഏത് നല്ല പദ്ധതികളെയും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ പുൽവാമയിലും ബാലാക്കോട്ടിലുമൊക്കെ നാം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തെ ഒരു മജീഷ്യന്റെ ചെപ്പടി വിദ്യയായി അവഹേളിച്ചത്. ഈ അവഹേളനം മോദിജിക്ക് നേരെയല്ല, മറിച്ച് നമ്മുടെ സമ്പൂർണ്ണ ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന് നേരെയാണ് ഈ അവഹേളനം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് എത്ര കാലം തുടരും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇത് അനുവദിച്ചുകൂടാ. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി ഈ നാടിനോട്, ഈ നാട്ടിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരോടും സഹോദരിമാരോടും പ്രതിബദ്ധത പുലർത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഉജ്ജ്വലമായ ജനകീയ ബോധവൽക്കരണത്തിനും പ്രക്ഷോഭത്തിനുമായി ഇനിയുള്ള നാളുകളിൽ രംഗത്തിറങ്ങാൻ പോവുകയാണ്. ഈ സ്ത്രീ വിരോധികളായ, ജനാധിപത്യ വിരോധികളായ, പുരോഗമന വിരുദ്ധരായ ഇന്ത്യ സഖ്യത്തിനെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. ആ ആവശ്യം ജനങ്ങൾ തിരിച്ചറിയുമെന്ന പരിപൂർണമായ വിശ്വാസത്തോടെയാണ് BJP ഇനിയുള്ള നാളുകൾ നോക്കിക്കാണുന്നത്. ഏതായാലും ഈ വനിതാ സംവരണ നിയമത്തെ കടുത്തു ഞെരിച്ചു കൊന്ന ഈ ജനാധിപത്യ വിരുദ്ധ പാർട്ടികളെയും നേതാക്കളെയും അകറ്റി നിർത്തണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.